ഹലോ മച്ചമരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ക്രിസ്മസ് സീസൺ കളം നിറഞ്ഞാടുകയാണ് മലയാള സിനിമകൾ. ഈ ഒരു വർഷം 2025 മികച്ച വർഷമായി പോകുന്നു. അവിടെ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു കളങ്കാവൽ. 24-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സിനിമയ്ക്ക് വീണ്ടും തിയേറ്റർ കൗണ്ടുകൾ കൂട്ടുന്നു. അതെ, മമ്മൂട്ടി കമ്പനിക്ക് അധിക രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രേക്ഷകർക്ക് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ തിയേറ്റർ കൂട്ടേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഇതിനോടകം തന്നെ 21,000-ന് മുകളിലുള്ള ഷോകൾ കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ. ട്രാക്കിങ്ങിലൂടെ തന്നെ 19,38,000-ഓളം ആളുകൾ ഈ ഒരു സിനിമ കാണുകയും ചെയ്തിരിക്കുന്നു. ഇന്നത്തെ കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ഉച്ചവരെ കാണാൻ കഴിയുന്നത്. 138 ഷോകളിലേക്ക് വീണ്ടും ഷോ ഉയർത്തിയിരിക്കുകയാണ്. 3,500-ഓളം ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റുപോയിരിക്കുന്നു. ഇന്ന് സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത് 6,03,000 രൂപയോളമാണ്. അതായത് സിനിമ 10 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്നലെ സിനിമയ്ക്ക് ഫൈനലായി വന്നത് 9,87,000 രൂപയായിരുന്നു ട്രാക്കിങ്ങിലൂടെ. അതായത് 15 ലക്ഷം രൂപയോളമായിരുന്നു ഇന്നലെ സിനിമയുടെ കളക്ഷനായി വന്നത്. ഇന്ന് 20 ലക്ഷം രൂപ കടക്കുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37 കോടി നേടിയ ചിത്രം ഇന്നത്തോടെ 37.5 കോടിക്കടുത്തേക്ക് അല്ലെങ്കിൽ 37.25 കോടി കടക്കുമെന്നുള്ളത് ഉറപ്പിക്കുക തന്നെയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് ഗംഭീര തൂക്ക് തന്നെയാണ്. 40 കോടിയും കടന്നു പോവുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7.25 കോടിയിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളതാണ്. മൊത്തം സിനിമ 84 കോടിയും കടന്ന് 85 കോടിയിലേക്ക് എത്തുകയാണ്. മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ഏറ്റവും പ്രശംസ അർഹിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രകടനം കൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, മമ്മൂട്ടിയുടെ ആ ഒരു തീരുമാനം തന്നെയാണ്, വേറെ കാര്യങ്ങളല്ല. ഒരു വില്ലൻ വേഷത്തിലേക്ക് എത്തുക. ഈ ഒരു 2025 വില്ലന്മാർ കളം നിറഞ്ഞാടുന്ന വർഷമാണ്. അതെ, നമ്മുടെ ജോർജ് റായി തുടരുമെന്ന ചിത്രം 250 കോടി എത്തിച്ചതും ആ ഒരു വില്ലൻ്റെ പ്രതിഭാസം തന്നെയാണ്. മോഹൻലാൽ എന്ന ബ്രാൻഡിനെ യൂസ് ചെയ്ത് അതിനകത്തിൽ ഏറ്റവും സ്കോർ ചെയ്തത് ആ ഒരു വ്യക്തി തന്നെയാണ്. ഇവിടെ കളങ്കാവൽ എന്ന ചിത്രത്തിൽ വിനായകനെ നായകനാക്കി വില്ലനായി എത്തിയ മമ്മൂട്ടി തന്നെ വീണ്ടും അതിന് ഒരു തുടർച്ചയുണ്ടാക്കുന്നു. അതെ, ഈ പ്രാവശ്യം എല്ലാം കൊണ്ടും വില്ലന്മാരുടെ കളി തന്നെയാണ്. ഒരു സിനിമ 250 കോടി എത്തിച്ചെങ്കിൽ മറ്റൊരു സിനിമ ഇതാ 100 കോടിക്കടുത്തേക്ക് എത്തിക്കുന്നു. ഒരുപക്ഷെ 85-90 കോടിയിലേക്ക് ഈ സിനിമ ഫൈനലായി എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ജോർജ് സാറിനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമായത്, അതോ കളങ്കാവലിലെ സ്റ്റാലിനെയാണോ ഇഷ്ടമായത് എന്ന് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. നമ്മുടെ